ഈ രാംലീല മൈതാനിയിൽ നടന്ന പ്രതിപക്ഷ ഐക്യ മഹാസമ്മേളനം, ഇന്ത്യ സഖ്യത്തിന്റെ മഹാസമ്മേളനം, അതല്ലെങ്കിൽ കെജ്രിവാളിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുള്ള കൂട്ടായ്മ, ഇത് ക്ലിയർലി എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഇടയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട്. കാരണം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ആളുകൾ ഒരു കോമൺ ഫാക്ടറുമായിട്ട് ഒത്തുചേരാതെ ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയിട്ടുണ്ട്. അതായത് മമത സജീവമായിട്ടുണ്ടായിരുന്നു, റെപ്രസെന്റേറ്റീവ് അയച്ചു കേട്ട് മമത എക്സ്പെക്ട് ചെയ്യണ്ട, കാരണം മമതയ്ക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ട്. പിന്നെ നിതീഷ് കുമാർ ആണെങ്കിൽ അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. അപ്പോൾ ഇപ്പൊ അവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു ലീഡർഷിപ്പിൽ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ NDA സഖ്യത്തിനെതിരെ, മോഡിക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നു. അതിന് ഒരു അത്ര ശക്തമൊന്നും പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഏതാണ്ടൊരു ഉറപ്പുള്ള ഒരു പ്രതലം ഇപ്പൊ സംജാതമായിട്ടുണ്ട്. പിന്നെ അതിൽ പങ്കെടുത്ത കക്ഷികൾക്കെല്ലാം തന്നെ ഒന്നല്ലേ ചെയ്ത രീതിയിൽ മോഡി ഗവൺമെന്റുമായിട്ടും പ്രശ്നങ്ങളുള്ള ആളുകളാണ്. സ്റ്റാലിൻ ആണെങ്കിലും, അല്ലെങ്കിൽ അഖിലേഷ് യാദവ് ആണെങ്കിലും, ശിവസേനയാണെങ്കിലും, ശരത് പവാറിന്റെ NCP ആണെങ്കിലും, ആം ആദ്മി പാർട്ടി ആണെങ്കിലും, ഇവരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ NDAയുമായിട്ട് വലിയ സ്ട്രഗിൾ നടത്തുന്നവരാണ്. ഇപ്പൊ അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ട് നിലനിൽപ്പ് എന്ന് വെച്ചാൽ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പാണ് പ്രശ്നം. കാരണം ഒരു പ്രതിപക്ഷം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യോഗി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ യോഗി അടുത്ത തവണ കൂടുതൽ സീറ്റുകൾ പിടിക്കും. പതുക്കെ UP പ്രതിപക്ഷം ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം നടത്തുന്ന പല ഇടപെടലുകളും വളരെ കാലമായിട്ട് UP ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വെടിവെപ്പും ഈ ഗുണ്ടകളെ വെടിവെച്ച് കൊല്ലുന്നതൊക്കെയാണെങ്കിൽ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പിന്നെ സ്റ്റാലിന്റെ പല മന്ത്രിമാരെ പറ്റി ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ശിവസേന നിലനിൽപ്പാണ് പ്രശ്നം. കാരണം ഓൾറെഡി വെർട്ടിക്കലി ആ പ്രസ്ഥാനത്തെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നുള്ള ശരത് പവാറാണ്. ശരത് പവാർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അനിയനെ അങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ശരത് പവാർ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പം മുൻകാലത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള സഖ്യമായിട്ട് അവർ രൂപം കൊണ്ടുവരികയുണ്ടായി. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിലെ ഭാഷയിൽ പറഞ്ഞ ഒരു മൃദുഹിന്ദുത്വ നിലപാടുള്ള ആളായിരുന്നു. അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ വിശ്വാസത്തിലെടുക്കാൻ ഇവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനാണെങ്കിലും ഇടതുപക്ഷ കക്ഷികൾക്കാണെങ്കിലും എല്ലാം തന്നെ അമാരാ ബടാ ഫൈറ്റർ എന്നൊക്കെ അവർ പലരും പറയുമെങ്കിൽ പോലും പിന്നെ ബുദ്ധിമുട്ടായിരുന്നു വിശ്വാസത്തിലെടുക്കാൻ പോകുന്നത്. ഇയാൾ ആരാന്ന് ആർക്കും അറിയില്ലല്ലോ, എന്താണെന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയതോടുകൂടി BJP മൂടിയായിട്ടുള്ള ഹോസ്റ്റിലിറ്റി ഒരു എന്താ പറയാ, അതൊരു തിരിച്ചു പോകാൻ പറ്റാത്ത ബിയോണ്ട് ദ ലൈൻസ് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അരവിന്ദ് കെജ്രിവാൾ ഒരു ഷാർപ്പായിട്ടുള്ള കുന്തമുനയായിട്ട് തന്നെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സഖ്യത്തിന്റെ കൂടെ. അപ്പൊ ഈ സഖ്യം നമ്മൾ ആകമൊത്തം നോക്കുമ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന് കുറച്ചൊക്കെ ഒരു കരുത്ത് കിട്ടി എന്നാണ് തോന്നുന്നത്, ക്ലാരിറ്റി വന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് BJP ഈയുടെ സീറ്റ് കുറയ്ക്കാൻ ഇത് കാരണമാകുമെന്നുള്ള. നിലവിലുള്ള സീറ്റ് കുറയൊന്നുമില്ല, അത് കൂടും. പക്ഷേ ഈ സീറ്റുകളുടെ എണ്ണം ഒരു 370, 380 എത്താനാണ് സാധ്യത. 400 കടക്കാൻ ബുദ്ധിമുട്ടാണ്. 400 കടക്കുക എന്നുള്ള അന്നത്തെ ഇന്ദിരാഗാന്ധി മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ തമിഴ്നാടും കേരളവും ഒക്കെ ഏതാണ്ട് സ്വീപ്പ് ചെയ്തതാണ് കോൺഗ്രസ്. അങ്ങനെ ഉത്തരേന്ത്യയിലുള്ള അവരുടെ സ്ട്രോങ് ഹോൾസ് ശക്തമായി നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് അത്രയും സീറ്റ് കിട്ടിയത്. ഇപ്പം UP ഉത്തരേന്ത്യയിൽ BJP പരമാവധി സീറ്റ് ആയിട്ടുണ്ട്. എങ്കിൽ പോലും നിലവിലുള്ള അവസ്ഥയിൽ 75 കൂടുതൽ സീറ്റുകൾ മേടിക്കണമല്ലോ. അപ്പം അത്രയും സീറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. തമിഴ്നാട് ഒരു സീറ്റ് ഒന്നും പ്രതീക്ഷിക്കും, ഒരു സീറ്റ് 2 സീറ്റ് കിട്ടിയ ഭാഗ്യം. കേരളത്തിൽ 2 സീറ്റ് കിട്ടാം. കർണാടകയിലാണെങ്കിൽ പിന്നെ കുറച്ച് സീറ്റുകൾ കൂടും. മഹാരാഷ്ട്രയിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ശിവസേന 2 തന്നെ ഒരു കക്ഷി പുറത്താണ്. പിന്നെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന NCP ഒരു കഷ്ണം അപ്പം NDAയുടെ കൂടെ പോയി എന്നുള്ളതാണ് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഇന്ത്യയിലും അവർക്ക് ഒരു പരിധി കൂടുതലും സീറ്റ് കൂടാം. പക്ഷെ ഈ പറയുന്ന 400 എത്തുന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്തുന്ന രീതിയിൽ കൂടാൻ സാധ്യതയില്ല. UP ഒരു 5-6 സീറ്റ് നിലവിലുള്ളതെന്ന് കൂടാം, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 400 എന്നുള്ള ഒരു മാജിക്കൽ ഫിഗർ അതങ്ങനെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന് പോലും ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഇന്ത്യ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തിയായ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. അപ്പൊ അവരുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു സിമ്പതി വേവിലാണ് അത് സംഭവിച്ചത്. അത് ആവർത്തിക്കുന്നത് ഞാൻ കരുതുന്നില്ല. പക്ഷെ BJP കംഫർട്ടബിളായി നിൽക്കാനുള്ള ഒരു ഭൂരിപക്ഷം
BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും. NDA എല്ലാം കൂടി കൂടുമ്പോൾ ഒരു 300 എന്താണ് പറയുക, പരമാവധി ഒരു 375 അത്രയൊക്കെ പോകുള്ളൂ. ഇവിടെ ഒരു റോള് റിവേഴ്സൽ നടക്കുന്നുണ്ട്. കാരണം ഈ രാംലീല മൈതാനം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം ഒരു കേന്ദ്ര ബിന്ദുവാണ്. ഇപ്പം അണ്ണാ ഹസാരെയുടെ സമരമാണെങ്കിലും JPയുടെ സമ്പൂർണ്ണ കാന്തിയാണെങ്കിലും, എന്നാൽ ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥയുടെ മുമ്പ് തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ള സമ്പൂർണ്ണ വിപ്ലവം, ഈ സമ്പൂർണ്ണ വിപ്ലവമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് തന്നെ നയിക്കുന്ന അവസ്ഥയിൽ അരാജകത്വം ഇന്ത്യ സൃഷ്ടിച്ചത്. അപ്പം ആ രീതിയിൽ കോൺഗ്രസിനെതിരെയുള്ള മൂവ്മെന്റുകളുടെ റാലിയും പോയിന്റ് ആയിരുന്നു 47 ശേഷം, 1947 ശേഷം ഈ പറയുന്ന രാംലീല മൈതാനം. ഇപ്പൊ ഇവിടെ റോൾ റിവേഴ്സൽ സംഭവിക്കാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ BJPക്കെതിരെ, അന്ന് ജനസംഘവും BJPയൊക്കെയാണ് കോൺഗ്രസിനെതിരെയുള്ള മൂവ്മെന്റിന് ഒരു കുന്തമുനയായി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, കാരണം അവർക്ക് കൃത്യമായി കേഡർ സംവിധാനം ഉണ്ടല്ലോ. JP ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ശക്തമായി ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഇവരാണ്. അപ്പോൾ ഇപ്പൊ അവർക്കെതിരെ ഇവര് തിരിയാണ്. അപ്പൊ അവിടെ നമ്മളൊരു കമ്പാരിസൺ വരുമ്പോൾ ഇന്ദിരാഗാന്ധിയെ മോഡിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി ഗരീബി ഹഠാവ് പ്രഖ്യാപിക്കുന്നു, ഇപ്പുറത്ത് ഇന്ദിരാ ഹഠാവ് ഇവര് പ്രഖ്യാപിക്കുന്നു. അപ്പൊ മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്ചർ ഉള്ള നേതാവാണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന നേതാവാണ്. മോഡി അതിനുശേഷം അടുത്ത ജനറേഷനിൽ വന്നിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷെ മോഡി ഇവിടെ ഇന്ദിരാഗാന്ധിയെ പോലെ വലിയ തോതിൽ ജനങ്ങളെ മോഡിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിൽ പ്രശ്നം വെച്ചാൽ മുസ്ലിംസിനൊന്നും വലിയ രീതിയിൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ദിരാഗാന്ധിയാണ് മുസ്ലിംസിനെയും ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും എല്ലാം ഒരേപോലെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഡിഫറൻസ്. പക്ഷെ ഇവരുടെ ക്ഷേമ പദ്ധതികൾ നമ്മൾ പ്രഖ്യാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെയുള്ള ജനങ്ങളുടെ ഭാഗത്ത് ചിന്തിച്ച ആളുകളാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകണം എന്ന് ചിന്തിച്ച ആളുകളാണ്. പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥ ബന്ധം വളരെ ശക്തമായിരുന്നത് കൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി എടുക്കുന്ന പല തീരുമാനങ്ങളും അതിന് ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നതിൽ പിന്നെ ഇവർ വിഘാതമായിരുന്നു. അതായത് പലപ്പോഴും ചോർന്നു പോയിരുന്നു. അപ്പോൾ 100 രൂപ അവിടെ ചെലവാക്കിയ 10 രൂപ എത്താത്ത അവസ്ഥയാണ്. പക്ഷെ മോഡിയുടെ അണ്ടറിൽ താഴെ തട്ടിലുള്ള അഴിമതി കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന RSSനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇത് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി അതിനു മുമ്പും ഒക്കെ നേരിട്ടതുപോലെയുള്ള അല്ല കാലത്ത് നേരിട്ട പോലെ ഇന്റേണൽ ആയിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ മോഡി നേരിടുന്നില്ല. അപ്പൊ മോഡി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടർഫിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് മോദിക്കുണ്ട്. കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ മോഡി പ്രഖ്യാപിച്ച പദ്ധതികളിലൂടെ മോഡിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇവര് രണ്ടുപേരും അവനവന്റെ എന്താ പറയുക കൾട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ മോഡി പറയാം മോഡിയുടെ ഗ്യാരണ്ടി എന്നാണ്. ഇപ്പൊ ഇന്ദിരാഗാന്ധി ഈ പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഇന്ദിരാ ഹഠാവോ എന്നുള്ള ഒറ്റ ഒരു മുദ്രാവാക്യത്തിലേക്ക് അന്ന് പ്രതിപക്ഷം കൊണ്ടുവരികയുണ്ടായി. അന്ന് പ്രതിപക്ഷത്തിനെ ഇന്ദിരാഗാന്ധി അന്ന് കാറ്റ് ഊരി വിട്ടത് അവർ പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ പറയുന്നത് വികസനത്തിനെ പറ്റിയെല്ലാമാണ്, ഗരീബി ഹഠാവ് ദാരിദ്ര്യം ഇല്ലാതാക്കാം. അപ്പം ഇവര് പറയുന്നത് ഇന്ദിരാ ഹഠാവ് എന്നാണ്. അപ്പം സത്യം ഇപ്പൊ ഇവിടെ മോഡി തന്നെ മോഡി ഗ്യാരണ്ടി എന്ന് പറയുകയും പ്രതിപക്ഷം ആന്റി മോഡി ആകുകയും ചെയ്യുമ്പോൾ ഡബിൾ ഇമ്പാക്ട് മോഡി എന്നുള്ള ഫാക്ടറിന് ഉണ്ടാകുന്നുണ്ട്. അന്ന് എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഇന്ദിര എന്നുള്ള ഇമ്പാക്ട്, ഇന്ദിര എന്നുള്ള പേര് ഇന്ദിരാഗാന്ധി അങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷെ പ്രതിപക്ഷം ആന്റി ഇന്ദിര എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ അർത്ഥത്തിലൊരു വ്യത്യാസമുള്ളൂ. ബേസിക്കലി ഇവരുടെ രണ്ടുപേരുടെയും ക്ലൗട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകളായിരുന്നു. അത് ഇന്ദിരാഗാന്ധി നേരിട്ട് പറഞ്ഞില്ല, മോഡി നേരിട്ട് പറയുന്നതേ ഉള്ളൂ. ജനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് രണ്ടുപേരും. അതിന്റെ ഗുണം രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്.